ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ്റെ 1 ലേഖനം 4 അധ്യായം 9 വാക്യം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനിൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. സഹോദരന് വേണ്ടി ജീവൻ ത്യജിക്കുന്ന സംഭവങ്ങൾ ലോകത്തിൽ ധാരാളമുണ്ട്. സുപ്രസിദ്ധമായ 2 പട്ടണങ്ങളുടെ കഥ എന്ന നോവലിൽ ചാൾസ് ഡാർണി എന്ന ഒരു യുവാവ് സിഡ്നി കാർട്ടൺ എന്ന തൻ്റെ സ്നേഹിതനെ രക്ഷിക്കുവാൻ വേണ്ടി ജീവൻ ബലികഴിച്ച ഹൃദയസ്പർശിയായ ഒരു കഥയുണ്ട്. 2-ാം ലോകമഹായുദ്ധകാലത്ത് നടന്ന ഒരു ചരിത്ര സംഭവം ഇപ്രകാരമാണ്. 1941 പോളണ്ടിലെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും ഒരു തടവുകാരൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. ക്യാമ്പിൻ്റെ കമാൻഡർ കേണൽ ഫ്രീഷ് കോപിതനായി. 24 മണിക്കൂറിനകം രക്ഷപ്പെട്ടവനെ കിട്ടാത്ത പക്ഷം മറ്റ് 10 തടവുകാർ മരണശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പ്രഖ്യാപിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. 1941 ജൂലൈ 1-ാം തീയതി 4 മണിക്ക് ക്യാമ്പിൽ മുഴുവൻ തടവുകാരെയും നിരനിരയായി നിർത്തി. കേണൽ ഫ്രീഷ് വിരൽ ചൂണ്ടി ഓരോരുത്തരെ വിളിച്ച് മുൻപിലേക്ക് മാറി നിൽക്കാൻ ആജ്ഞാപിച്ചു. മുമ്പിലേക്ക് മാറി നിന്ന ഒരു യുവാവ് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. പിന്നിൽ നിന്ന ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് മാറി നിന്ന് കമാൻഡറോട് പറഞ്ഞു, സാർ, ഈ യുവാവ് തടവിലായ ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വിവരം അദ്ദേഹം അറിഞ്ഞു. അതിനെ കാണാൻ കൊതിച്ച് കാത്തിരുന്നപ്പോഴാണ് ഇപ്പോൾ മരണവിളിയുണ്ടായത്. ദയവായി ഞാൻ അവന് പകരം മരിച്ചു കൊള്ളാം. കേണൽ അത്ഭുതപ്പെട്ടു പോയി. ഒരുവനെ രക്ഷിക്കുവാൻ മറ്റൊരുവൻ മരിക്കുന്നു. അദ്ദേഹം അത് അനുവദിച്ച് പകരക്കാരനെ ചേർത്ത ശേഷം ആ 10 പേരെയും വെടിവെച്ച് കൊല്ലുവാൻ ആജ്ഞാപിച്ചു. 10 പേരെ മുൻപോട്ട് നിർത്തി വെടിവെച്ച് കൊന്നു. സഹോദരന് വേണ്ടി വെടിയേറ്റ് മരിച്ച തടവുകാരൻ്റെ പേര് മാക്സ് മില്യൻ കോബ് എന്നാണ്. തൻ്റെ കൂട്ടുകാരന് വേണ്ടി വെടിയേറ്റ് മരിച്ച കോബ് എന്നും അറിയപ്പെടും. രക്ഷപ്പെട്ട ആ യുവാവ് എത്രമാത്രം ഈ വ്യക്തിയോട് കടപ്പെട്ടവനാണ്. ഇതാണ് നമ്മുടെയും അവസ്ഥ. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് നാം ഓരോരുത്തരും ദൈനംദിനം ചിന്തിക്കണം. കാൽവറിയിൽ അവൻ യാഗമായി തീർന്നത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാകണം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു മരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്നും കാൽവറിയിൽ അവൻ യാഗമായി തീർന്നത് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാകുവാനായിട്ടാണ് എന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കണം. അങ്ങനെ കർത്താവുമായി വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണ്ണമാകുകയുള്ളൂ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ വചനങ്ങളാൽ ദൈവത്തോടുള്ള സ്നേഹം കൂടുതലായി പ്രകടിപ്പിക്കുവാൻ ഇനിയുള്ള നാളുകളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടെ ഞങ്ങൾക്ക് നൽകി തന്ന വിലയേറിയ ജീവനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചല്ലോ. ഈ മഹാസ്നേഹം എല്ലായ്പ്പോഴും ഓർക്കുവാൻ, ഈ ക്രൂസിലെ സ്നേഹം എല്ലായ്പ്പോഴും ഞങ്ങൾ ധ്യാനിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കാൻ സഹായിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.